നമസ്കാരമുണ്ട് വക്കീൽ സാറേ. മുട്ട പൊരിക്കുമ്പോ സ്വാമി എത്തുമല്ലോ. അവിടെ ഇരി സ്വാമി, ഞാനിപ്പോ വരാം. ഇന്നലെ വക്കീൽ സാറ് കോടതി തകർത്ത് കളഞ്ഞു. എന്താണ് സ്വാമി കേസ് ജയിച്ചല്ലോ? ഈ എറണാകുളം പട്ടണത്തിൽ ക്രിമിനൽ കേസിനെ കാളിങ്കൽ കൃഷ്ണക്കുറുപ്പിനെ ജയിക്കാൻ ആരുമില്ലെന്നാണ് വെപ്പ്. നമ്മുടെ കേസോടുകൂടി അത് തകർന്നു. സാറ് നന്നായി വാദിച്ചു, നാം ജയിച്ചു. എന്താ സ്വാമി ഇത്? തരാനുള്ളത് തന്നു കഴിഞ്ഞല്ലോ, പിന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ, സന്തോഷം കൊണ്ടല്ലേ. സന്തോഷം പ്രകടിപ്പിച്ചല്ലേ, അത് മതി. ഇരിക്കട്ടെ. യുവർ ടു സ്ട്രിക്റ്റ്. എനിക്ക് വളരെ തൃപ്തിയായിട്ടോ. ഞാൻ വരട്ടെ. നല്ല മണം. വക്കീൽ സാർ നല്ലൊരു പാചകക്കാരൻ കൂടിയാണല്ലേ. എന്നാ ഞാൻ വരട്ടെ. ഈ പട്ടരുടെ ഒരു നല്ല മണം ഞാൻ അപ്പോഴേ തീരുമാനിച്ചത്. എന്തിനു പാവപ്പെട്ട സ്വാമി പറയുന്നു? ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ ആണുങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും. സാറങ്ങോട്ട് മാറി നിൽക്കണം, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ഓ, അങ്ങനെ ആവട്ടെ. കൊള്ളാമല്ലോ, ഇത്ര വേഗം എല്ലാം റെഡിയായല്ലോ. ഈ ഒരു കാര്യം മാത്രം എന്നെ കൊണ്ട് വയ്യ. വയ്യെങ്കിൽ അതിന് വേഗം ഒരു പോംവഴി കണ്ടുപിടിക്കണം. എന്താണ് അതിനൊരു വഴി? അതെ, എന്റെ അച്ഛനോട് പോയി ചോദിച്ചാൽ പറഞ്ഞു തരും. അത് വേണോ? മോള് തന്നെ അങ്ങോട്ട് ചോദിച്ചാ പോരെ? അയ്യോ, ഞാനില്ല. ചിലപ്പോ നമുക്കെതിരായിട്ട് വിധിച്ചാലോ? അതുകൊണ്ട് വക്കീൽ സാർ തന്നെ പോയി വാദിച്ച് ജയിച്ചു വന്നാൽ മതി. ഓക്കേ, ഡൺ. അയ്യോ, പലവരും കാണും. ഡെലീഷ്യസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരുന്നാട്ടെ. ഇരിക്കൂ. രാജഗോപാലിന്റെ ജോലി തിരക്കിനിടയിൽ വൈകുന്നേരത്തെ പരിപാടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത്. സ്കൂളിലെ സമ്മാനദാനത്തിന്റെ കാര്യമല്ലേ? അതിനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. വലിയ നേതാക്കന്മാരെയും ഉയർന്ന പദവിയിലുള്ളവരെയും ഒക്കെ നേരിട്ട് വന്ന് ക്ഷണിക്കുന്നതല്ലേ അതിന്റെ മര്യാദ. ഞാൻ എത്ര വലിയവനായാലും ഏത് പദവിയിലിരുന്നാലും അച്ഛന്റെ രാജമോൻ തന്നെയാണ്. എപ്പോഴും ഏത് പ്രവൃത്തിയിലും അച്ഛന് ഞാനൊരു അഭിമാനമായിരിക്കും. എനിക്കറിയാം. ഗോഡ് ബ്ലെസ് യു മൈ സൺ. എന്നെ എന്റെ വീട് വരെ ഒന്നും കൊണ്ട് നാക്കി തന്നൂടെ? അതുവരെ പോവില്ല മൂപ്പില്ലേ. ഇത്രയും ദൂരം എന്റെ ജീപ്പ് ആയതുകൊണ്ടാ വന്നത്. മെല്ലെ നടന്നു പോയട്ടെ. മടങ്ങുമ്പോ ഞാൻ കൊണ്ടുവെക്കാം. ഓ, ഞാനിവിടെ കാണും. ഇവള് പറയുന്നത് കേട്ടാ തോന്നും ഈ ലോകത്ത് ഇവൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവും ഇല്ലെന്ന്. തോന്നുമെന്നോ? എനിക്കറിയാവുന്നോണ്ടല്ലേ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എന്റെ തല ഞാൻ പൊട്ടയടിക്കാം. എന്നാലേ ആ വണ്ടി ഒന്ന് ഓടിക്കാമോ? ഇതോ? പാടി ഓടിക്കാം. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. നീ ഒന്ന് ചുമ്മാ ഇരിയടി. ഇത് ഓടിക്കുന്നത് കാളവണ്ടി ഓടിക്കുന്നേക്കാൾ എളുപ്പമാ. വാന്നേ കേറ്. അയ്യോ അയ്യോ അയ്യോ, ഇതെന്താണ് ഇങ്ങനെ ഓടുന്നത്?
കണ്ണില്ലായിരുന്നെങ്കിൽ എല്ലാം കൂടി ഇടിച്ച് ചത്തേനെ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് വണ്ടി ഓടിച്ചോണ്ട് പോവാൻ? അതെ, നിങ്ങളെ എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചോണ്ട് പോവില്ലേ? അപ്പൊ ഞാൻ നോക്കി നോക്കി നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആർക്കും ഓടിക്കാമെന്ന്. എന്താ നീ പറഞ്ഞത്? ഞാൻ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നത് നീ നോക്കി നിൽക്കുമെന്നോ? അതെന്തിന്? നിന്റെ പേരെന്താ? സുശീല. കൊള്ളാം. ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ? നോക്കി നിൽക്കില്ലേ? ആ, നിന്റെ വീട് എവിടെയാ? അങ്ങ് അവീടെ എവിടെ? അങ്ങ് പാഞ്ചാലിക്കുപ്പത്താ. ഓഹോ, ഞാനും അതുവഴിയാ പോകുന്നത്. വണ്ടി കയറിക്ക് വിട്ടുവരാം. അയ്യോ വേണ്ട, എന്റെ അച്ഛൻ വഴക്ക് പറയും. നിന്റെ അച്ഛൻ അറിയാതെ ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം. വാ. വേണ്ട വേണ്ട, നിങ്ങൾ ഈ വണ്ടിയിൽ അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലെത്തും. ജീപ്പിനേക്കാൾ മുമ്പ് നീ എത്തുമോ? ആ, അതെങ്ങനെ? നോക്കിക്കോ. ശ്രീദേവി ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നില്ലല്ലോ ചേട്ടാ. അവള് ടീച്ചറല്ലേ ദേവകി? ബെല്ലടിച്ച ഉടനെ കുട്ടികൾ ഇറങ്ങിപ്പോരുന്ന പോലെ അവക്ക് വരാൻ പറ്റുമോ? അല്ല പറ്റുമോന്ന്? ആ ദേ ആള് വന്നു കഴിഞ്ഞു. അയ്യോ എന്റെ മോളെ, നീ വരാൻ താമസിച്ചെന്ന് പറഞ്ഞ് നിന്റെ അമ്മ അവിടെ കടന്ന് കയർ പൊട്ടിക്കുക. നാളെ എന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടി എക്സ്കർഷന് പോവുകയാണമ്മേ. ഞാനൊന്നും പോകുന്നില്ല, മറ്റു വലിയ ടീച്ചർമാരൊക്കെ പോകുന്നത്. പോകുന്ന കുട്ടികളുടെ പേരും ലിസ്റ്റും എല്ലാം തയ്യാറാക്കിയായിരുന്നു, അതാണ് വൈകിയത്. അതെന്താ മോളെ നീ പോകാത്തത്? എനിക്ക് നാളെ തൊട്ടൊരു ട്യൂഷൻ കിട്ടിയിട്ടുണ്ടമ്മേ. ട്യൂഷനോ? അതെ അമ്മേ, ഒരു വലിയ കാശുകാരന്റെ ഭാര്യയാ. 40-40 വയസ്സ് കാണും. വലിയ ഫാഷനാ. ഇംഗ്ലീഷ് ഒരു അക്ഷരം അറിഞ്ഞുകൂടാ. അവര് വീട്ടിൽ ചെന്ന് പഠിപ്പിക്കണം. അവർക്ക് ഈ പ്രായത്തിലും BA പാസ്സാകണം പോലും. ആ പണക്കാരാവുമ്പോ വലിയ വലിയ ആളുകളുമായി ഇടപഴകേണ്ടി വരും. ക്ലബ്ബ് മീറ്റിംഗ് എന്നും പറഞ്ഞ് പല സ്ഥലത്തും പോകേണ്ടി വരും. അവിടെയൊക്കെ BA ആണെന്നും പറഞ്ഞ് 2-3 ഇംഗ്ലീഷ് അക്ഷരം കടിച്ച് പൊട്ടിച്ചാലേ സ്ഥാനം കിട്ടും. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി ട്യൂഷനും കഴിഞ്ഞ് വരുമ്പോ നേരെ ഒത്തിരി ഇരുട്ടുകയല്ലേ മോളെ? അയ്യോ അമ്മേ, ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇത് പട്ടണമാണ് അമ്മേ. നേഴ്സുമാർ, ഡോക്ടർമാർ, ടെലിഫോൺ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി എത്ര പേരാ രാത്രിയിലും ജോലിക്ക് പോകുന്നത്. എനിക്കവര് 100 രൂപ ഫീസ് തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം കൊള്ളാം. ആ മോള് പൊക്കോ. നീ നോക്കിക്കോ, എന്റെ മോക്ക് 100 രൂപയാ കിട്ടാൻ പോകുന്നു. ഓ പിന്നെ ആരത്? ആരാണെന്ന് എനിക്കറിയാം, ചേട്ടനാ. ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? മുഖത്തിൽ സോപ്പൊന്ന് കഴുകി കളയട്ടെ, എന്നിട്ട് വേണ്ടേ പറയാൻ? കണ്ണ് തുറക്കാതെ തന്നെ പറ, കേക്കട്ടെ. എരുമച്ചാണോ? അത് നിന്റെ തലയിലല്ലേ? വെള്ളം താ ചേട്ടാ, കണ്ണ് നേർന്നു. ആ ശരി ശരി, മോൻ കഴിക്കൂ. എങ്ങനെയുണ്ട്? അയ്യോ നല്ല സാരി, ഇതിന് നല്ല വില കൊടുത്ത് കാണുമല്ലോ.
നിനക്ക് വേണ്ടി ഒരു സാരി വാങ്ങിക്കാൻ ഞാൻ കുറച്ച് കാശൊരുക്കുകയായിരുന്നു. അതിന്റെ കൂടെ ഇന്നൊരു കോളും കിട്ടി. അമ്മേ, ഈ സാരി കണ്ടോ? എനിക്ക് വേണ്ടി ചേട്ടൻ വാങ്ങിച്ചതാ. അതുമല്ല, അവന്റെ കാശ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം പെങ്ങള് പെങ്ങള് പെങ്ങള്. കണ്ടോ കണ്ടോ, അമ്മയുടെ അസൂയ കണ്ടോ? അത് നീ അമ്മയ്ക്ക് കൊടുത്തേക്ക്. അതെടാ, ഇനി വേണം ഞാൻ സാരി ഉടുക്കാൻ. എല്ലാരും കൈ കഴുകിട്ട് വാ, ഊണ് കഴിക്കാം. വരും അമ്മ.